ദ്വാരപാലക സ്വർണ്ണപ്പാളി 2025 സെപ്റ്റംബർ രാത്രിയിൽ ചെന്നൈക്ക് കടത്തിയ സംഭവം മുൻ വർഷങ്ങളിലെ സ്വർണ്ണക്കവർച്ച മറയ്ക്കാനെന്ന് ഹൈക്കോടതി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേന സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി വേഗത്തിൽ നടത്താൻ PS പ്രശാന്ത് നിർദ്ദേശം നൽകിയെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനും കോടതിയുടെ നിർദ്ദേശമുണ്ട്. ദേവസ്വം കമ്മീഷണറുടെ നിലപാട് മാറ്റത്തിന് പിന്നിൽ PS പ്രശാന്താണെന്നാണ് സംശയം. 2025 സെപ്റ്റംബറിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ ബോധപൂർവം രഹസ്യമായി ദ്വാരപാലക സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിനു പിന്നിൽ മുൻവർഷങ്ങളിലെ സ്വർണ്ണക്കവർച്ച മറയ്ക്കാനാണെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി തേടാതിരുന്നത് ഇക്കാരണം കൊണ്ടെന്ന് തുടർ സംഭവങ്ങളിൽ നിന്നും വ്യക്തം. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേന സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി വേഗത്തിൽ നടത്താൻ ദേവസ്വം പ്രസിഡന്റായ PS പ്രശാന്ത് നിർദ്ദേശം നൽകിയെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പരാമർശമുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിന് വൈദഗ്ധ്യമില്ലെന്ന് ആദ്യഘട്ടത്തിൽ നിലപാടെടുത്ത ദേവസ്വം കമ്മീഷണർ ഒരാഴ്ചയ്ക്ക് ശേഷം 2025 ഓഗസ്റ്റ് 8 മലക്കം മറിഞ്ഞുവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഇത് ദേവസ്വം കമ്മീഷണറുടെ നിലപാട് മാറ്റത്തിന് പിന്നിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണെന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട്. 2021 വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയ താങ്ങുപീഠം തിരികെ എത്തിച്ചപ്പോൾ വിവരങ്ങൾ തിരുവാഭരണ രജിസ്ട്രിയിൽ രേഖപ്പെടുത്തിയില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇത് ആകസ്മികമല്ലെന്നും പറഞ്ഞു. 2024 സ്വർണ്ണപ്പാളികൾ കേടുവന്നതിലടക്കം സംശയം പ്രകടിപ്പിച്ച ഹൈക്കോടതി 2019 തട്ടിപ്പിന്റെ ബാക്കിയാണോ 2025 ശ്രമമെന്ന് അന്വേഷിക്കണമെന്നും പ്രത്യേക സംഘത്തിന് നിർദ്ദേശം നൽകി. 2019 ഉപാധികൾ പാലിച്ചല്ല മഹസർ തയ്യാറാക്കിയത്. വീഴ്ചകൾ അറിഞ്ഞിട്ടും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മൗനം പാലിച്ചതായി അന്വേഷണ സംഘത്തിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ ഉണ്ട്. 2019 തിരികെ മറ്റൊരു ദ്വാരപാലക സ്വർണ്ണപ്പാളി കൊണ്ടുവന്നതാകാമെന്നും ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് പങ്കുണ്ടെന്ന സംശയവും SIT ഹൈക്കോടതിയെ അറിയിച്ചു. വശങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിലും ഗുരുതര ക്രമക്കേടെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി 409 ഗ്രാം സ്വർണം കൈവശം വെക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉദ്യോഗസ്ഥർ അനുവദിച്ചതായും ഇടക്കാല ഉത്തരവിൽ പറയുന്നു. നവംബർ 5 സ്വമേധയാ പുതിയ ഹർജി ഫയലിൽ സ്വീകരിച്ച് സർക്കാർ, ദേവസ്വം വിജിലൻസ്, ദേവസ്വം ബോർഡ്, പോലീസ് എന്നിവരെ കക്ഷികളാക്കി വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ജനം, കൊച്ചി. ജിജീഷ് കരുണാകരനുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ജിജീഷ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, PS പ്രശാന്ത് ചില്ലറക്കാരനല്ല. കൃത്യമായി തന്നെ 2025 ഈ രാത്രിക്കടത്തിൽ PS പ്രശാന്തിന് കൃത്യമായി പങ്കുണ്ട് എന്ന് അടിവരയിട്ട് പറയുന്ന ചില ഭാഗങ്ങൾ. ഒന്ന്, അറ്റകുറ്റപ്പണികൾ എന്താ ഇത്ര വൈകുന്ന, വേഗം നടത്തൂ എന്നൊരു നിർദ്ദേശം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. രണ്ട്, ഈ സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെ ഈ നടപടികളെല്ലാം നടത്തുന്നു. മൂന്ന്, ദേവസ്വം കമ്മീഷണർ 30/7/2025 പറയുന്ന കത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസിന് ഒരു കഴിവുമില്ല, അവർക്ക് ഒരു വൈദഗ്ധ്യവുമില്ല എന്ന് പറയുന്ന അതേ മനുഷ്യൻ തന്നെ 21/8/2025 സ്പോൺസർ വഴി ഇത് കൊടുത്തു വിടുമോ എന്നും പറയുന്നു. അവിടെ ഇരട്ടത്താപ്പ്, അവിടെ ഈ പ്രശാന്തിന് ഇടപെടലുണ്ടോ എന്നാണ് നമുക്കിനി നോക്കിയിരുന്ന് കാണേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, എല്ലാവരും ഇതേ നടന്നു, അമ്പലത്തിൽ ഒരു കള്ളം കയറി എന്ന ലാഘവത്തോടു കൂടി ഇനി പ്രശാന്തിനോ ദേവസ്വം മന്ത്രിക്കോ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ശ്യാം, കോടതി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മുഴുവൻ സംഭവ വികാസങ്ങളെയും കോടതി കൃത്യമായി വിലയിരുത്തുന്നു. അങ്ങനെയാണ് 8 ദിവസം മാത്രമല്ല, മുഴുവൻ സംഭവ വികാസങ്ങളെയും കോടതി കൃത്യമായി വിലയിരുത്തുന്നു. അങ്ങനെയാണ് 8 ദിവസം കൊണ്ടുള്ള ഈ മലക്കം മറിച്ചിലടക്കം പ്രത്യേകമായി തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് കോടതി അതിന്റെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തത്. 2025 സെപ്റ്റംബറിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ ബോധപൂർവം തന്നെ ദ്വാരപാലക ശില്പങ്ങൾ ഒന്നുകൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ച് അത് വലിയ ദുരൂഹതയുണ്ടാക്കുന്നതാണ് എന്ന് കോടതി വ്യക്തമാക്കുന്നു. 2019 നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുള്ള സ്വർണ്ണക്കവർച്ച മറച്ചുവെക്കാനുള്ള നീക്കങ്ങളാണോ ഉണ്ടായത് എന്ന സംശയം തന്നെയാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി തേടാതിരുന്നത് ഇതുകൊണ്ടാണ് എന്ന കാര്യം കൂടി കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സ്പോൺസർഷിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേന സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി വേഗത്തിൽ നടത്തണം എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നിർദ്ദേശം നൽകിയിരുന്നു. ഈ PS പ്രശാന്തിന്, അതുകൊണ്ടാണ് PS പ്രശാന്തിന്റെ അടക്കമുള്ള ദുരൂഹമായ ഇടപാടുകൾ കൃത്യമായി തന്നെ സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ദേവസ്വം ബോർഡ്, നിലവിലുള്ള ദേവസ്വം ബോർഡ് അടക്കം ഇക്കാര്യത്തിൽ സംശയത്തിന്റെ നിഴലിലേക്കും അന്വേഷണ പരിധിയിലേക്ക് എത്തി യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരേണ്ട ഒരു സ്ഥിതിയിലേക്കും തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ 2023 കൃത്യമായി തന്നെ വിധിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വെറുതെയല്ല സ്പെഷ്യൽ കമ്മീഷണറെ ശബരിമല പോലെ ഇത്രയും തന്ത്രപ്രധാനമായ, ഇത്രയും ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു ആരാധനാലയത്തിൽ നിയോഗിച്ചത്. എന്തുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഈ കടത്ത് നടത്തി?
അതിന് വേണം ആദ്യം ഉത്തരം നൽകാൻ. ശ്യാം, തീർച്ചയായും ഈ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയുള്ള ഇടപെടലുകളും സ്വർണ്ണക്കടത്തും എല്ലാം തന്നെ, സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതും എല്ലാം തന്നെ അത് ഈ സ്വർണ്ണ മോഷണത്തിന് അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ചയുടെ ഭാഗമാണ് എന്നത് തന്നെ സംശയിക്കാവുന്ന, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംശയിക്കാവുന്ന, അതിലേക്ക് അന്വേഷണം എത്തേണ്ടതായ ഒരു ഘട്ടം തന്നെയാണ് പ്രധാനമായും ഉള്ളത്. കാരണം സ്മാർട്ട് ക്രിയേഷൻസിന് വൈദഗ്ധ്യമില്ലെന്ന് ആദ്യഘട്ടത്തിൽ നിലപാടെടുത്ത ദേവസ്വം കമ്മീഷണർ അത് കൃത്യം 8 ദിവസത്തിന് ശേഷം, ഒരാഴ്ചയ്ക്ക് ശേഷം ആ നിലപാട് 2025 ഓഗസ്റ്റ് 8 എന്ന ഒരു ദിവസത്തിൽ മലക്കം മറിയുകയാണ്. ഈ ഒരു നിലപാടിൽ നിന്ന് പെടുന്നനെ ഒരു മാറ്റം വരുന്നു. ആ തീരുമാനം, തന്റെ ആ ഒരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് ഒരു ദിവസത്തിൽ പോകുന്നു. ആ മലക്കം പറയുന്നു. അത് ഹൈക്കോടതിയുടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, കോടതിയുടെ നിരീക്ഷണത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്, കോടതിയുടെ പരാമർശങ്ങളിൽ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ഒരു മലക്കം മറിച്ചിൽ ദുരൂഹമാണ് എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ദേവസ്വം ഈ നിലപാടിൽ 2021 വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയ താങ്ങുപിടിക തിരികെ എത്തിച്ചപ്പോൾ വിവരങ്ങൾ തിരുവാഭരണ രജിസ്ട്രിയിൽ രേഖപ്പെടുത്താത്ത കാര്യം പ്രത്യേകമായി തന്നെ ഇതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 2024 സ്വർണ്ണപ്പാളികൾ കേടുവന്നതിലടക്കമുള്ള സംശയങ്ങൾ ഹൈക്കോടതി പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിൽ മാത്രമല്ല, കട്ടിളപ്പാളിയിലെ സ്വർണ്ണങ്ങളിൽ മാത്രമല്ല ഈ ഒരു ദുരൂഹത നിഴലിക്കുന്നത്, എല്ലാത്തിലും അടിമുടി ദുരൂഹതയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കോടതി 2024 സ്വർണ്ണപ്പാളികൾ കേടുവന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. 2025 ശ്രമം അത് 2009 തട്ടിപ്പിന്റെ ബാക്കിയാണോ എന്നാണ് കോടതി ഇവിടെ ചോദിക്കുന്നത്. ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രസക്തമായ കാര്യം തന്നെയാണ്, എല്ലാവരിലും ഉടലെടുത്ത ഒരു സംശയം തന്നെയാണത്. ജിജീഷ, ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ്, കൊണ്ടുപോയതല്ല തിരിച്ച് എത്തിച്ചത്, വ്യാജപാളി എത്തിച്ചിരിക്കുകയാണ്. നോക്കൂ, എത്രത്തോളം വലിയ ആചാര ലംഘനം കൂടിയാണ് നടന്നിരിക്കുന്നത്. ശ്യാം, കൃത്യമായി തന്നെ സാധാരണ നിലയിൽ ദേവസ്വം ബോർഡ് ശബരിമലയിൽ അതിൻ്റെ ആചാര സംരക്ഷണം അത് കൃത്യമായി തന്നെ പാലിച്ച് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ദേവഹിതം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ സ്വർണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തട്ടിയെടുക്കുന്ന സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊന്നും പ്രസക്തമല്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതിൽ വ്യക്തമാണ്, ദേവഹിതമോ ദേവപ്രശ്നമോ ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. ഈ ഒരു സ്വർണം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ സ്വർണം എടുക്കുക എന്നത് മാത്രമായിരിക്കാം ലക്ഷ്യം എന്നത് തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ സംശയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല 2025 ഈ ശ്രമത്തെക്കുറിച്ച് ഒരു വിശദമായ അന്വേഷണം വേണമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും പങ്കാളിത്തം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം. 2019 ഉപാധികൾ പാലിച്ചല്ല മഹസർ തയ്യാറാക്കിയത് എന്ന കാര്യമാണ് കോടതി അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് ഉപാധികൾ പാലിച്ചുകൊണ്ട്, നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട്, ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട്, നിയമാനുസൃതമായി വേണമായിരുന്നു മഹസർ തയ്യാറാക്കാൻ. എന്നാൽ അത് പാലിച്ചില്ല എന്നത് മറ്റൊരു സംശയമാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തുന്നു, അനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല, മഹസർ അടക്കമുള്ള ദേവസ്വം മാനുവലുകൾ അപ്പാടെ ലംഘിച്ചിരിക്കുന്നു. സ്പെഷ്യൽ കമ്മീഷണറെ ഒന്നും തന്നെ ധരിപ്പിക്കാതെ സർവത്ര കാട്ടുകൊള്ളയാണ് നടത്തിയത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായി തന്നെ അത് ഇടക്കാല ഉത്തരവിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.